എടി എടി സൈനബ, രാവിലെ വല്ല ജോലി ഉണ്ടെങ്കിൽ പോടി, ഇറങ്ങി. അവൾ രായ്മ തന്നെയാണ്. അവൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. സ്റ്റേഷനിൽ അതാണ് പറഞ്ഞത്. ആദ്യം എനിക്ക് കുറേ അവിഹിതം ഒപ്പിച്ച്, റബ്ബറും കാട്ടിലും അവിടെയും ഇവിടെ അതും ഇതും എല്ലാം ഒപ്പിച്ച്. ഇപ്പം എൻ്റെ മോളങ്ങ് പിടിച്ച്. സത്യത്തിൽ ഈ നമ്മൾ മുന്നേ എന്ന് വെച്ചാൽ ഈ ഈ അയൽവാസികൾ നന്നായിട്ട് വഴക്ക് പറയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ, കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാർ തമ്മിലുള്ള വൈരാഗ്യം തെച്ചും തീർക്കൽ ഈ യൂട്യൂബിലൂടെയാണ്. ഈ യൂട്യൂബിൽ നിങ്ങൾ പറയുന്നൊരു വ്യക്തി മാത്രമല്ല ഇത് കാണും, ലോകത്തിൽ ആൾക്കാർ തേച്ചും ഈ യൂട്യൂബ് കാണുന്നതാണ്. ചില ആൾക്കാർക്കുണ്ടല്ലോ ഈ കുടുംബകാര്യം ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാക്കിയിട്ടില്ലെങ്കിലല്ലോ ഉറക്ക് കിട്ടൂല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ചില അസ്വസ്ഥതകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നായി ഇത്. കുടുംബജീവിതത്തിൽ പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യന്മാർ ലോകത്തുണ്ടാവില്ല. പക്ഷെങ്കിൽ അത് നിങ്ങളെ മാതിരി എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പും. ചില അവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിട്ടൊന്നല്ല അവർ പറയാത്തത്, പക്ഷെ അവരുണ്ടായാൽ അവർ പറയൂല. അങ്ങനെയാണ് വേണ്ടത്. എന്നെ ഇനി അവിഹിതം ഒപ്പിക്കാൻ അവൾക്ക് പറ്റൂല. 5ാമത് കെട്ടണം എന്ന് വരെ പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ഇപ്പം എൻ്റെ മോളിൽ പിടിച്ച്. എൻ്റെ മോൾ എന്താണ് പറഞ്ഞതെന്ന് അന്ന് പോയില്ല, പക്ഷെ ഇന്ന് നമ്മൾ തെളിയിക്കും. ഇവിടം കൊണ്ടല്ലെങ്കിൽ ഏത് തലപ്പത്ത് വേണമെങ്കിലും പോയി തെളിയിക്കും. അങ്ങനെ നിൻ്റെ മോളെ നീ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നീ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് സംസാരിക്കും. ഇത് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാക്കും. ഇനി അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും വശപ്പശക്ക് വന്നാൽ അതിട്ട് വീഡിയോ ആക്കും. ഇവളെ കൊണ്ട് ഇപ്പോൾ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇവളെ 4ാമത് കെട്ടിയൊരു വ്യക്തിയുണ്ട്, ഷാൻ. അവനിതുപോലെ മുക്കറ്റം കള്ളും കുടിച്ച് വന്ന് കെട്ടും കെട്ടി ഇവൾ പറഞ്ഞേക്കും. ആ കള്ള് തേച്ചും കുടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൻ തിരിച്ചാദ്യം കെട്ടും കൊണ്ടുവന്ന് ആ കെട്ട് വാങ്ങി ഇവൾ സ്വീകരിക്കും. ഇതെത്രയും ഈ സോഷ്യൽ മീഡിയയിൽ വിളമ്പും, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. കുട്ടി പറഞ്ഞ മൊഴി എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മളറിയാതെ, രക്ഷകർത്താക്കൾ അറിയാതെ പബ്ലിക്കിൽ ഈ രായമ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെ കൊണ്ടുവന്നു? ഇവളീ പറഞ്ഞു വരുന്ന എന്നാന്ന് പറഞ്ഞാൽ ഇവളെ മോളെ എന്തെല്ലോ ചെയ്തിന്. ഒന്നാമതെന്തോ കയറിൽ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഈ ഷാൻ എന്ന് പറയുന്ന അത് ഓന് ഇവളെ മോളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ്. അപ്പം അതെല്ലാം അവളെ മോളിപ്പം പറഞ്ഞ് പുറത്താക്കിയിട്ടേ ഉള്ളു. പക്ഷെ ഇവൾ പറഞ്ഞു വെച്ചാൽ അത് എൻ്റെ ഉമ്മ ബടക്കാന്ന്, എൻ്റെ ഉമ്മ ബടക്കായിട്ട് എൻ്റെ മോളെ അങ്ങനെ ചോദിച്ച് പിന്നെ ഇല്ലാവചനം ഉണ്ടാക്കിയതാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇവൾ പറയുന്നത്. ഒന്നി എൻ്റെ വീട്ടുകാരെ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലാതെ എൻ്റെ ഉമ്മാരെ നാവിൽ നിന്ന് പോയി ബന്ധുക്കൾ ആരോ വിളിച്ചു പറഞ്ഞു. ഈ ഇതിൽ എൻ്റെ ഉമ്മയും ബാപ്പയാണ് സമാധാനം പറയേണ്ടിയുള്ളത്. കാരണം എൻ്റെ ഇത്രയും കാലം എൻ്റെ ഉമ്മ നല്ലതാണ്, എൻ്റെ ഉപ്പ പാവമാണെന്നെല്ലാം പറഞ്ഞ ആളാണ് ഇപ്പോൾ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് സമാധാനം പറയേണ്ടതെന്ന് ഇപ്പം പറയലായി. ഇവളെ ഏതായി വിശ്വസിക്കേണ്ടത്? ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഇവളെ ഒരു കാര്യം വിശ്വസിക്കാൻ കൊള്ളൂല. പിന്നെ ഇവളെ ലൈവിലൂടെ കേൾക്കുന്ന ഇവളെ സബ്സ്ക്രൈബർമാരുണ്ടല്ലോ, സമ്മതിക്കണം. മോളെ ഭാവി വെച്ചാണ് കളിക്കുന്നത്. ഞാൻ ഷാനെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഇവിടെ മസ്റൂറ വന്നിട്ടില്ല, എൻ്റെ മക്കൾ 3 പേരും ഇവിടെ വന്നിട്ടില്ല ഞാനില്ലാതെ. അപ്പം രായ്മ ചെയ്യുക എന്തായാലും തവക്കൽ തോലല്ല, നമ്മൾ പോയിട്ട് വരട്ടെ. എന്തായാലും ഇത് തുടർ നടപടികൾ. എൻ്റെ മോള് കള്ളം പറഞ്ഞാണെങ്കിലും എൻ്റെ മോളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണെങ്കിലും അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതേതറ്റം വരെ പോവാനും എൻ്റെ ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനും എന്നേക്കുമായി ഞാൻ തയ്യാറ് തന്നെയാണ്. നിൻ്റെ വാക്കും പഴയ ചാക്കും അതൊരുപോലെയാണ്. കാരണം നീ അങ്ങനെ ഒരുപാട് തവണ നിൻ്റെ ജീവിതത്തിൽ ഇവൻ കള്ളും കുടിച്ച് വന്നപ്പോൾ ഞാൻ ഒഴിവാക്കിയെന്ന്, അവനുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ ഡൈവോഴ്സ് ആക്കിയെന്ന്, അങ്ങനെ ആക്കിയെന്ന് ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ നീ അവനെ കൂട്ടിപ്പിടിച്ചവളാണ്. എന്ന് നിൻ്റെ വാക്കിന് ഒരു വിലയുമില്ല, ആരും വിശ്വസിക്കുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നീ പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നേക്കുമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. ഒലക്കാണ്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. നെല്ലിക്കായെ കൊണ്ട് സംസാരിപ്പിക്കാമേ. കട്ട് ഇക്കാ, ഞാൻ ചോദിക്കാണ്, നല്ല നേരത്തെ ഉറങ്ങില്ലേ? അത് കട്ട്. എനിക്കൊന്നിനും ഒരു മൂഡില്ല, നീ വെച്ചോ, കാണിക്കില്ല.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, അങ്ങനെ ഒരു സംഭവം നമ്മളെ ഉമ്മ പറഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല, ബാക്കി ആരും പറഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല. രായമ്മയും ഷെഫീനായുമാണ് ഈ പബ്ലിക്കിൽ നമ്മളെ മോളെ കുറിച്ചിട്ടേക്കണത്. നമ്മളെ മോളാണ് അവള്. മസ്റൂറ നമ്മളെ മോള് തന്നെയാണ്. കൊണ്ടുപോയ ഇന്നലെ മുതൽ എനിക്ക് കേട്ടിട്ട് നീ പറ്റുന്നില്ല, നീ കൊണ്ടുപോയി അവിടെ കൊണ്ട് പിന്നെ കേട്ടോ നിങ്ങള് അവിടെ കൊണ്ട് സംസാരിക്കും. നിങ്ങൾ കേട്ടോ. ഈ ഷാൻ എന്ന് പറയുന്ന ചങ്ങായിയുടെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. അവൻ്റെ ഒരു അഭിനയം കണ്ടില്ലേ? പിന്നെ നമ്മളെ മോളല്ലേന്ന് പറയുമ്പോൾ ആ നമ്മളെ മോളല്ലേ, പിന്നെ എന്തായാലും ഇത്രയും സംശയം? അവൻ്റെ മോള് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചനാ? ഇവൻ്റെ മോളും ഇവൻ്റെ ഭാര്യയാന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവൻ കള്ളും വരെ മൂക്കറ്റം കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് എന്തോ ആ കുട്ടി അനുഭവിച്ചെന്നാണ് ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നത്. അതെന്താണെന്ന് ഇപ്പം വരും വീഡിയോയിൽ ലൈവിലൊക്കെ നമുക്ക് കാണാം. അല്ല, അതിൻ്റെ കൂടെ അവൻ പറയുന്നിട്ടില്ലേ, നീ ഒരിക്കൽ പോയാട്ടെ, ഇതന്നെയാണ് ഇപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ എനിക്കിതിലൊന്നും പറയാനൊരു മൂഡും ഇല്ല. കാരണം അവനക്ക് മൂഡ് കാണില്ല. അവൻ അങ്ങനെയാണ്, ഒരു നിലപാടില്ലാത്ത അവൻ്റെ അടുത്ത് പോയിട്ടാണ് ഇങ്ങനത്തെ പല പല ചോദ്യങ്ങൾ ചോദിക്കുക. നിന്നോടും നിൻ്റെ മക്കളോടും അത്രയ്ക്ക് അതിയായ സ്നേഹമല്ലേ അവനുള്ളത്. സത്യത്തിലേ ഇവളീ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, അത്രയ്ക്ക് പറയാൻ തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടാ. അതിനുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നത് അതന്നെ. കാരണം വലിയ വീഡിയോ ആക്കി കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല എന്ന് കരുതി. ഒരു വീഡിയോ കാണുമ്പോൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇവളിങ്ങനത്തെ ഓരോ ഷോട്ട് എടുത്തിട്ട് ഞാനതിന് പ്രതികരിക്കും. കാരണം ലോകത്ത് ഇവളോ ഈ ഷാജി മാത്രമൊന്നുമല്ല ഇങ്ങനെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നടത്തുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. അത് യൂട്യൂബ് ഉള്ളവരും ഉണ്ട്, യൂട്യൂബ് ഇല്ലാണ്ട് മക്കളെ നന്നായിട്ട് പണിയെടുത്തിട്ട് പോറ്റുന്നവരും ഉണ്ട്. ഇതിങ്ങനെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അത് പിന്നൊരു വീഡിയോയിൽ മാറ്റി പറയും. പിന്നത്തെ വീഡിയോയിൽ അത് വീണ്ടും എന്താ പറയുക അൽക്കുൽത്താക്കും. ഇതൊക്കെയാണ് ഇവളെ പരിപാടി.